ഗ്രാഫിക് ഡിസൈനിലെ പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ പ്രിൻസിപ്പിളായ ഫംഗ്ഷനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു ഡിസൈനിൻ്റെ പർപ്പസ്ഫുള്ളും പ്രാക്ടിക്കലും ആയിട്ടുള്ള വശങ്ങളാണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന പ്രിൻസിപ്പിൾ റെഫർ ചെയ്യുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഡിസൈൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് മൈൻഡ് വെച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഡിസൈൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ആളുകളെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ഇതൊക്കെയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർപ്പസ് സെർവ് ചെയ്യുന്ന രീതിയിൽ ഒരു വിഷ്വൽ സൊല്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ്റെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഡിസൈൻ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയാൽ മാത്രം പോരാ, നമ്മുടെ ഡിസൈൻ്റെ ഗോൾസൊക്കെ അത് കറക്റ്റായിട്ട് സെർവ് ചെയ്യണം. നമ്മൾ ഫംഗ്ഷൻ മൈൻഡ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അതിൻ്റെ ഓഡിയൻസും അതിൻ്റെ പർപ്പസും. ഓഡിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാറ്റഗറിയിലുള്ള ഒരാളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷനിലുള്ള ഓഡിയൻസിനെ മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അവിടെ ഉള്ളവരുടെ നീഡ്സും പ്രിഫറൻസും ബിഹേവിയറൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് അവരുമായിട്ട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഡിസൈൻ പർപ്പസാണ്. അപ്പോൾ നമ്മുടെ ഡിസൈൻ്റെ പർപ്പസ് കറക്റ്റായിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്തിരിക്കണം. ഉദാഹരണമായിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യാനാണോ അതിൻ്റെ ഉദ്ദേശം നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്യുകയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യാനാണോ, എന്തുവാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ഫങ്ഷണലായിട്ടുള്ള ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ക്ലിയറും എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് പ്രയോറിറ്റി കൊടുക്കണം. നമ്മുടെ ഡിസൈൻ എലമെൻറ്റ്സ് ആയ ടെക്സ്റ്റ്, ഇമേജസ്, ഗ്രാഫിക്സൊക്കെ ഈസിലി റീഡബിൾ ആയിരിക്കണം. അത് നമ്മുടെ ഓഡിയൻസുമായിട്ട് കറക്റ്റായിട്ട് മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഹൈറാർക്കിയാണ്. നമ്മുടെ ഡിസൈന് കറക്റ്റായിട്ട് ഒരു ഹൈറാർക്കി ഓഫ് ഇൻഫർമേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു എലമെൻറ്റ് കൂടുതൽ ഊന്നി കാണിക്കണമെങ്കിൽ അത് കറക്റ്റായിട്ട് ഊന്നി കാണിക്കണം. ഇപ്പം നമുക്കാണെങ്കിൽ സൈസ്, കളറ്, പ്ലേസ്മെൻറ്റ് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ ഗൈഡ് ചെയ്യാനും കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇനിയുള്ളത് യൂസബിലിറ്റിയാണ്. ഇപ്പം നമ്മുടെ ഡിസൈന് എന്തെങ്കിലും ഒരു ഇൻട്രാക്റ്റീവ് എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് കരുതുക. അതായത് ഇപ്പം UI UX ഒക്കെ ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെയോ ആപ്ലിക്കേഷൻ്റെയോ ഒക്കെ ഡിസൈനാണെന്ന് കരുതുക. അപ്പം ആ ഒരു ഡിസൈന് കറക്റ്റായിട്ട് പർപ്പസ്ഫുൾ ആണോ എന്ന് നോക്കണം. അതായത് എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ ബട്ടൺ അതിൽ കാണുന്ന സ്ഥലത്താണോ, കറക്റ്റ് കളറാണോ അതിന് കൊടുത്തേക്കുന്നതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ആക്സസിബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആക്സസിബിലിറ്റി മൈൻഡ് വെച്ചിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ കാണുന്നത് ഒരുപാട് തരത്തിലുള്ള ആളുകളായിരിക്കും. ഇപ്പം ഒരുപാട് ഡിസബിലിറ്റി ഉള്ള ആളുകളുണ്ട്, ഇപ്പം കാഴ്ച കുറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ കളർ കോൺട്രാസ്റ്റ് ശ്രദ്ധിക്കണം, ഫോണ്ട് എത്രത്തോളം വ്യക്തമാണെന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ റീഡറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കോമ്പാറ്റിബിൾ ആയിരിക്കണം, നമ്മുടെ ഡിസൈനുമായിട്ട് കോമ്പാറ്റിബിൾ ആയിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫങ്ഷണാലിറ്റി ഇൻ ബ്രാൻഡിങ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂസും പേഴ്സണാലിറ്റിയും ടാർഗറ്റ് ഓഡിയൻസും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. നമ്മൾ ചെയ്യുന്ന ഡിസൈൻ കറക്റ്റായിട്ട് ആ ഒരു ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോയെന്നും കറക്റ്റായിട്ടുള്ള ഓഡിയൻസിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് നമ്മളാണെങ്കിൽ ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് കാണുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫങ്ഷണാലിറ്റി മനസ്സിൽ കണ്ടുകൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു UI ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഓരോന്നിനും കറക്റ്റ് കോളങ്ങളും പിന്നെ കറക്റ്റ് കൺഫർമേഷൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ബട്ടണും കൃത്യമായിട്ടെല്ലാം ഉണ്ട്. ഇപ്പോൾ ഏത് പേജിലാണ് നിൽക്കുന്നത്, എത്രാമത്തെ സെക്ഷനിലാണ് നിൽക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫങ്ഷണാലിറ്റി നോക്കിയിട്ട് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഡിസൈനാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോഗ്രാഫിക്സ് ആണ്. ഈ ഒരു ഇൻഫോഗ്രാഫിക്സ് ഇതിൻ്റെ ഫംഗ്ഷൻ മനസ്സിൽ കണ്ടുകൊണ്ട് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു ബിസിനസ് സൈക്കിൾ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഫ്ലോയിങ് ഡയഗ്രാമൊക്കെ വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്.